പിടിവാശി കൊണ്ടും ചില ആൾക്കാരുണ്ടല്ലോ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ടും പോയ ഒരു ജീവനാണ് ഈ കാണുന്നത്. കാരണം ഉണ്ടല്ലോ, ഈ മെഡിക്കൽ കോളേജിൽ ഒരു തവണ പോയ വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഒരു 10 പ്രാവശ്യം ആലോചിക്കും, ഇനി അങ്ങോട്ട് പോകണമെന്നൊരു വല്ലായ്മയായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇടയിൽ നമ്മൾ മടുത്ത് പോകും. ഞാൻ മെഡിക്കൽ കോളേജിലൊക്കെ കാണും, കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ കയറുമ്പോൾ തന്നെ നമുക്കൊരു ബാഡ് ഫീലിംഗ് ആയിരിക്കും, നെഗറ്റീവ് ഫീലാണ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കും. എന്തോ അവസ്ഥയുടെ അതിൻ്റെ അകത്ത് എന്തോ ഒരു രോഗികൾ പല രോഗങ്ങളായിട്ട് എന്തോ രോഗികൾ വന്ന് അതും വരാന്തകളൊക്കെ കിടന്ന് നെരുങ്ങിയായിരിക്കും കിടക്കണം. അവരെ കിടത്തണം അങ്ങനെ ആയിരിക്കും. അത് എന്ത് രോഗമാണെങ്കിലും കിടക്കാൻ ബെഡില്ല, ഇതില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. കാരണം കേരളത്തിൽ ഇന്ത്യയിൽ കേരളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ നമ്പർ 1 ആണ്. അത് നമ്പർ 1 എവിടെ ആയെന്നുള്ളത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു തവണയാണെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കുറച്ച് കാശ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ പക്കയായിരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ട്രീറ്റ്മെന്റ്. ഇവിടെ പോയി കഴിഞ്ഞാൽ എന്തോ ഇറന്ന് മേടിക്കാൻ വേണ്ടി ഭിക്ഷ യാചിക്കാൻ വേണ്ടി പോകുന്ന ജനങ്ങളെ പോലെയാണ് അവിടെ ഡോക്ടർമാരുടെ പിന്നെ വർണ്ണിക്കാനേ ഉള്ളൂ. കാലിന് വരും, കയ്യിന് വരും, മൂക്കിന് വരും, ചെവിയും ഇതൊക്കെയാണ് പോകുന്നത്. പല ന്യൂസുകളും നമ്മൾ കാണുന്നതാണ്. ഇന്നിപ്പോ ആ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞ് വീണിട്ട് ആ ഒരു സ്ത്രീ അതിന്റെ അകത്ത് താഴ്ത്ത് കിടക്കുന്നുണ്ടായിട്ടും ആരുമില്ല, അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോയ്ലറ്റ് ആണ്, അല്ലെങ്കിൽ ആ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അവിടെ ഒരാളുണ്ട് എന്നുള്ളത് പരിശോധിക്കുന്നതിന് മുമ്പ് ന്യൂസ് കൊടുത്തേക്കാം. ഇമേജ് അതായിരിക്കുള്ളൂ. കാരണം ഒരു മനുഷ്യനായിട്ട് കണ്ടില്ലെങ്കിലുണ്ടല്ലോ, ഒരു ഇതായിട്ടാണെങ്കിലും കാണും മനുഷ്യന്മാരെ. എന്താ അവസ്ഥയുടെ ഇത്?